എല്ലാവർക്കും സൈഷ്മാസ് എഡുസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുടെ പാർട്ട് 4 ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ്. എന്താണ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ്. ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസിനെ പറയുന്ന പേരാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് AMU എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1/12th മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഫോർ എക്സാമ്പിൾ 1 AMUയുടെ വാല്യൂ നമുക്കറിയാം 1.66056 × 10⁻⁻24 ഗ്രാം. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ഓൾറെഡി അറിയാം 1.6736 × 10⁻⁻24 ഗ്രാം. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം നമ്മൾ AMUയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാസ് ഓഫ് ഹൈഡ്രജൻ അത് ഡിവൈഡഡ് ബൈ 1 AMU ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അത് AMUൻ്റെ ടേമിൽ കിട്ടും. അപ്പോൾ 1.6736 × 10⁻⁻24 ഡിവൈഡഡ് ബൈ 1.66056 × 10⁻24. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 10⁻⁻24 ഡിവൈഡഡ് ബൈ 10⁻⁻24 അത് രണ്ടും ക്യാൻസലായി പോകും. ബാക്കി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1.0078 AMU. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു AMUവിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് U എന്ന് പറയും. U എന്നാണ് പറയുന്നത്. ഈ AMUവിന് പകരം U എന്നാണ് ഇടുന്നത്. U എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് മാസ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? The atomic mass of an element is expressed in gram is called gram atomic mass. For example, in the case of oxygen ആണെങ്കിൽ 16 AMU ആണ് വരുന്നത്. അപ്പം അവിടെ എത്ര ഗ്രാം ആണ് വരുന്നത്? അതായത് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 AMU. അങ്ങനെയാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ഇസിക്കൽ ടു 16 ഗ്രാം, അതായത് 1 ഗ്രാം ആറ്റം. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാം അറ്റോമിക് മാസ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മോളിക്കുലർ മാസാണ്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് എ മോളിക്യൂൾ ഈസ് കോൾഡ് ഇറ്റ്സ് മോളിക്കുലർ മാസ്. അപ്പോൾ അല്ലെങ്കിൽ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ മോളിക്യൂൾ. ആ ഒരു മോളിക്യൂളിൽ എത്രമാത്രം എലമെൻ്റ് ഉണ്ട് അതിൻ്റെ അറ്റോമിക് മാസിൻ്റെ സം എടുക്കുക. എക്സാമ്പിളായിട്ട് നമ്മൾ CH4ൻ്റെ കേസ് എടുക്കുക. CH4ൻ്റെ കേസ് എടുക്കുമ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്താണ്? 12 ആണ് അല്ലേ? ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് 1 × 4 ചെയ്യാം. അപ്പം നമുക്ക് 12 + 4 = 16U, അതായത് 16 യൂണിഫൈഡ് മാസാണ് കിട്ടിയത്. അപ്പോൾ അതാണ് മോളിക്കുലർ മാസ്. ഓക്കെ, ഇങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ വാട്ടറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ. വാട്ടറിനാണെങ്കിൽ എന്തുവാണ്? H2 അല്ലേ? അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ 2 × 1 + ഓക്സിജൻ 16. അപ്പം 16 + 2 = 18. അപ്പോൾ അങ്ങനെ ഓരോ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. The mass of molecule of a substance compared with the 1/12th mass of carbon atom. അതാണ് റിലേറ്റീവ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ മാസ് ഓഫ് 1 molecule of a substance divided by 1/12th mass of carbon 12 atom. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രാം മോളിക്കുലർ മാസാണ്. കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു ഗ്രാം അറ്റോമിക് മാസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അവിടെ ഗ്രാം അറ്റോമിക് മാസ് പഠിച്ചു, ഇവിടെ നമ്മൾ ഗ്രാം മോളിക്കുലർ മാസാണ് പഠിക്കുന്നത്. ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ ദ മോളിക്കുലർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലർ മാസ്. അവിടെ നമ്മൾ എന്താണ്? അറ്റോമിക് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ് ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെയാണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മോളിക്കുലർ മാസ് ഓഫ് H2SO4 എടുക്കുക, അതായത് സൾഫ്യൂറിക് ആസിഡിൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മോളിക്കുലർ മാസ്? അതായത് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ് ഒരു ഹൈഡ്രജൻ്റെത്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 × 2 പ്ലസ് സൾഫറിൻ്റെ എത്രയാണ്? സൾഫർ എന്ന് പറയുമ്പോൾ 16th എലമെൻ്റ് ആണ്. അപ്പോൾ 32 ആണ് അതിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 32 + 32 +
ഓക്സിജൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ 16 × 4. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 98 ഗ്രാം. അതായത് 1 ഗ്രാം മോളിക്യൂളിൽ 98 ഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഗ്ലൂക്കോസിൻ്റെ കേസ്, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ C6H12O6, ആ ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്. അപ്പോൾ എന്താണ് മോൾ കൺസെപ്റ്റ്? മോൾ കൺസെപ്റ്റൊക്കെ എന്താണെന്ന് നമുക്കറിയാം. അത് SI യൂണിറ്റിലും മോൾ കൺസെപ്റ്റിനെ പറയാം, നമുക്ക് മാസിൻ്റെ ടേമിലും മോൾ കൺസെപ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ SI യൂണിറ്റിൽ എങ്ങനെയാണ് പറയുന്നത്? SI യൂണിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 mol ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി എൻറ്റിറ്റീസ് ഓർ പാർട്ടിക്കിൾ ആസ് ദെയർ ആർ ആറ്റം ഈസ് എക്സാക്ട്ലി 12 ഗ്രാം. അപ്പോൾ SI യൂണിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ 12 ഗ്രാമാണ് എക്സാക്ട്ലി വരുന്നത്. ഇൻ ടേംസ് ഓഫ് മാസിൻ്റെ കേസാണെങ്കിൽ എ മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഹൂസ് മാസ് ഈസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ അറ്റോമിക് മാസിന് ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. എക്സാമ്പിളായിട്ട് 1 mol ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1 mol ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ 12 ഗ്രാമാണ് വരുന്നത്. അതുപോലെ ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 1 mol ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 16 ഗ്രാമാണ്. അത് മോളിക്യൂളാണെങ്കിൽ, അതായത് O2 അല്ലേ, O2 വരുമ്പോൾ 32 ഗ്രാം വരും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മോൾ കൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് നമ്പർ. അപ്പോൾ ഒരു മോൾ എന്ന് പറയുന്നത് എന്താണ്, അവഗാഡ്രോസ് നമ്പർ. അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതായത് നമ്മുടെ ഈ പാർട്ടിക്കിൾ ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് വോളിയം. ഓക്കെ, മോൾ കൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് വോളിയം അതെന്ന് പറയുന്നത് എന്താണ്, ഒരു മോളിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഗ്യാസ് വിച്ച് ഹാസ് എ വോളിയം ഓഫ് 22.4 liters അറ്റ് SGP. SGPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറിലും എന്ത് ചെയ്യും, 22.4 ലിറ്ററിലായിരിക്കും വോളിയത്തെ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 mol ഓഫ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്നത് എന്തുവാണ്, 22.4 liter അറ്റ് SGP ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു മോൾ കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതായത് നമ്മളിപ്പോൾ എന്താണ് ഇൻ ടേംസ് ഓഫ് SI, ഇൻ ടേംസ് ഓഫ് മാസ്, ഇൻ ടേംസ് ഓഫ് നമ്പർ, ഇൻ ടേംസ് ഓഫ് വോളിയം, ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺവീനിയൻ്റ് ആണ് എന്ത് ചെയ്യാം, ടു സെലക്ട് എനി നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് വിത്തൗട്ട് കൗണ്ടിങ് ദം. അതായത് അത് കൗണ്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആറ്റംസോ മോളിക്യൂൾസോ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ഈ രീതി വഴി, മോൾ കൺസെപ്റ്റ് വഴി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂസൊക്കെ നോക്കാം. 1 mol ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6.023 × 10⁻23 പാർട്ടിക്കിൾ ആയിരിക്കും. അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 mol ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുമ്പോൾ എന്തുവാണ്, 6.023 × 10⁻23 ഓക്സിജൻ ആറ്റംസ് ആണ്. അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ ആണെങ്കിലോ 6.023 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾ. അതുപോലെ ഇൻ ദ കേസ് ഓഫ് അമോണിയ മോളിക്യൂൾ ആണെങ്കിൽ 1 mol ഓഫ് അമോണിയ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 6.023 × 10⁻23 അമോണിയ മോളിക്യൂളാണ്. അതുപോലെ ക്ലോറിൻ അയോൺ ആണെങ്കിൽ ഈ ഒരു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ക്ലോറിൻ അയോൺസ് എടുക്കുക. അപ്പോൾ 6.023 × 10⁻23 ക്ലോറൈഡ് അയോൺ, ക്ലോറിൻ അല്ല ക്ലോറൈഡ് അയോൺ അല്ലേ. ഓക്കെ, Cl- അയോൺസ്. അതുപോലെ തന്നെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, മാസ് ഓഫ് 1 mol ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഈസ് കോൾഡ് മോളാർ മാസ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷനാണ്. എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ the percentage of any element or constituent in a compound is the number of parts by mass of that element or constituent present in 100 part by mass. അതായത് മാസ് പെർസെൻറ്റേജ്, ആ ഒരു എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ഇൻറ്റു 100. അതായത് ആ ഒരു കോമ്പൗണ്ടിൻ്റെ എലമെൻറ്റിൻ്റെ മാസിനെ അതിൻ്റെ എന്താണ് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതാണ് എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ദാറ്റ് എലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എംപിരിക്കൽ ഫോർമുല. എന്താണ് എംപിരിക്കൽ ഫോർമുല? എംപിരിക്കൽ ഫോർമുല
represent the simplest whole number ratio of various atom present in a compound. അതായത് ആ ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ആറ്റംസിൻ്റെ അതിനെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്തുവാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് മാസ് പെർസെൻറ്റ് ടു ഗ്രാം, അതായത് മാസ് പെർസെൻറ്റിൽ നിന്ന് അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് കൺവേർട്ട് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് എലമെൻറ്റ്, അതായത് ഓരോ എലമെൻസിൻ്റെയും നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ദ മോൾ വാല്യൂ ഒബ്റ്റെയിൻഡ് അബവ് ഓൾ ദ സിംപ്ലസ്റ്റ് നമ്പർ, അതായത് നമുക്ക് കിട്ടുന്ന സ്മോൾ വാല്യൂവിനെ സിംപ്ലസ്റ്റ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ സ്മോൾ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് എംപിരിക്കൽ ഫോർമുല ബൈ മെൻഷനിങ് ദ നമ്പർ ആഫ്റ്റർ റൈറ്റിംഗ് ദ സിമ്പിൾ ഓഫ് റെസ്പെക്റ്റീവ് എലമെൻറ്റ്, അതായത് നമുക്ക് കിട്ടിയ വാല്യൂവിനെ, അതായത് നമുക്ക് കിട്ടിയ ആ നമ്പറിനെ ആ ഒരു എന്താണ് സിമ്പിളിലോട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കേണ്ടത് മോളിക്കുലർ ഫോർമുലയാണ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്സാണ് നമ്മുടെ എന്താണ് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് മോളിക്കുലർ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താണ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് കെമിക്കൽ ഫോർമുല വിച്ച് റെപ്രസെൻറ്റ് ട്രൂ ഫോർമുല ഓഫ് ഇറ്റ്സ് മോളിക്യൂൾ, അതായത് ആ ഒരു മോളിക്യൂളിൻ്റെ ട്രൂ ഫോർമുലയാണ് എന്തുവാണ് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ എന്തുവാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് എക്സ്പ്രസ് ചെയ്യുന്നത് പറഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ്, ആ ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോളിക്കുലർ ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതായത് മോളിക്കുലർ ഫോർമുല, ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും, മോളിക്കുലർ മാസിൽ നിന്നും എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുല ഫ്രം ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ആ പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുല മാസ് ബൈ ആഡിങ് ദ അറ്റോമിക് മാസ് ഓഫ് ഓൾ ദ ആറ്റം പ്രസൻറ്റ് ഇൻ ദ എംപിരിക്കൽ ഫോർമുല. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട് ഫ്രം ഗിവൺ ഡാറ്റ. ആ ഒരു ഗിവൺ ഡേറ്റ നിന്ന് മോളിക്കുലർ മാസ്, ആ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് ഡിറ്റർമിൻ ചെയ്യുക. എന്നിട്ട് എന്താണ് എൻ വാല്യൂ കണ്ടുപിടിക്കുക. എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ദ മോളിക്കുലർ ഫോർമുല ബൈ യൂസിങ് ദ റിലേഷൻ, അതായത് മോളിക്കുലർ ഫോർമുല ഇസിക്കൽ ടു എൻ ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.47% കാർബൺ ആൻഡ് 71.65% ക്ലോറിൻ. Its molar mass is 98.96 gram. What are its empirical and molecular formula? ഇവിടെ നമുക്ക് ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, പിന്നെന്താണ് അതിൻ്റെ മോളാർ മാസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ടേബിളായിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് ആ ഒരു എലമെൻറ്റ് കൊടുക്കുക, എലമെൻറ്റ് പെർസെൻറ്റേജ്, നെക്സ്റ്റ് കോളത്തിൽ അറ്റോമിക് മാസ്, ദെൻ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്, ദെൻ സിമ്പിൾ റേഷ്യോ, ദെൻ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്? കാർബണുണ്ട്, ഹൈഡ്രജനുണ്ട്, ക്ലോറിനുണ്ട്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ വാല്യൂ നമുക്ക് പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാം, 24.27. ഓക്കെ, അതുപോലെ ഹൈഡ്രജൻ്റെയോ 4.07, ക്ലോറിൻ്റെത് 71.65%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റോമിക് മാസ് അറിയാമല്ലോ. കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്താണ്? 12 അല്ലേ? അതായത് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, അപ്പോൾ അറ്റോമിക് മാസ് 12. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആൻഡ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ്. നെക്സ്റ്റ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എന്താണെന്ന് അറിയാം, അറ്റോമിക് മാസും അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ 24.27 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ കിട്ടും. അതുപോലെ ഓരോന്നും ഹൈഡ്രജൻ, ക്ലോറിൻ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിമ്പിൾ റേഷ്യോ. സിമ്പിൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, അതായത് നമുക്ക് കാർബണിൻ്റെത് 2.02 കിട്ടി, ഹൈഡ്രജൻ 4.07 കിട്ടി, ക്ലോറിൻ്റെത് 2.01 കിട്ടി. അപ്പോൾ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ 3 കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, അത് നമുക്ക് ചെയ്തതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് കിട്ടിയതെന്ന് നോക്കുക. അപ്പോൾ അതിനെ നമുക്ക് ഈ കിട്ടിയ ഓരോന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഇത് കിട്ടിയിരിക്കുന്നത് 2.01 ആണല്ലേ. അപ്പോൾ അതേതാണ്, ക്ലോറിനാണ് 2.01. അപ്പോൾ ഇതിലെ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കാർബണിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും, ഈ 2.02നെ 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ഹൈഡ്രജൻ്റെ 4.07നെ ഈ 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലോറിൻ്റെ 2.01നെ 2.01 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ റേഷ്യോ കിട്ടും. അപ്പോൾ കാർബണിൻ്റെ സിമ്പിൾ റേഷ്യോ എന്താണ്, 1 ആണ് കിട്ടുന്നത്. ഹൈഡ്രജൻ്റെ 4.07 ഡിവൈഡഡ് ബൈ 2.01 എത്ര, 2.02 കിട്ടി. അതുപോലെ തന്നെ ക്ലോറിൻ്റെത് 1 കിട്ടി. ഇതിൽ നിന്ന് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഏതാണ്, നമുക്ക് എന്താണ് കിട്ടിയത്, അതായത് ഈ ഒരു കാർബണിൻ്റെ കേസിൽ 1 തന്നെയാണ്, അത് നമുക്ക് ഹോൾ നമ്പർ അല്ലേ, അത് 1 തന്നെ അങ്ങനെ കൊടുക്കാം. ഹൈഡ്രജൻ്റെ കേസിൽ 2.02 എന്നാണ് കിടക്കുന്നത് അല്ലേ, അതായത് 2.02. അപ്പോൾ അത് ഹോൾ നമ്പർ ആകുമ്പോൾ എന്താവും, വെറും 2. ഓക്കെ, നോർമൽ 2 ആവും. അതുപോലെ ക്ലോറിൻ്റെ കേസിൽ 1 ആണ് സിമ്പിൾ റേഷ്യോ, അതിൻ്റെ ഹോൾ നമ്പർ റേഷ്യോ എത്രയാണ്, 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എംപിരിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലെ കാര്യങ്ങൾ, അതായത് ഈ ഒരു എലമെൻസിൻ്റെ ആ ഒരു സിമ്പിൾ എഴുതുക, എന്നിട്ട് അതിൽ കിട്ടുന്ന സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എഴുതിയാൽ മതി. അപ്പോൾ കാർബണിൻ്റെ കേസിൽ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ഈ 3 എലമെൻറ്റ്സ് ആണ് നമുക്കുള്ളതല്ലേ. അപ്പോൾ അതിനെ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ എന്ന് എഴുതിയിട്ട് നമുക്ക് കാർബണിൻ്റെ അവിടെ എന്താ കിട്ടിയത്, 1 അല്ലേ. ഹൈഡ്രജന് റേഷ്യോ എത്രയാണ്, 2 ആണ്. അതുപോലെ ക്ലോറിൻ്റെ കേസിൽ 1 ആണ്. അപ്പോൾ CH2Cl ഇതാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ ഫോർമുല. ഓക്കെ, അപ്പം എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ആ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്കിപ്പോൾ CH2Cl എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാർബൺ 12 ആണ്, പ്ലസ് ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ്, അതായത് അറ്റോമിക് മാസ് എത്രയാണ്, 2 × 1. അപ്പോൾ എന്തുവാണ്, 2 × 1, 2 ഹൈഡ്രജനും കൂടെ ഒരിതാണ്. അപ്പോൾ 2 × 1. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എത്ര, 35.5. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടുന്ന ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49.5 കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കുക. n എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, n എന്ന് പറയുമ്പോൾ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോളിക്കുലർ മാസ് എത്ര, 98.96 ഗ്രാമാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 98.96 ഡിവൈഡഡ് ബൈ 49.50. അപ്പോൾ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 1.99. അത് അപ്രോക്സിമേറ്റ്ലി 1.99 എന്ന് പറഞ്ഞാൽ 2-നോട് അടുത്തല്ലേ, 2-ൽ നിന്നൊരു പോയിൻ്റ് വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ n വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ മോളിക്കുലർ മാസ് എന്ന് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുലയെ ഈ ഒരു n കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് 2 ആണ്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2Cl ആണ്. അതിനെ എന്താണ് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 2 അകത്തോട്ട് എല്ലാത്തിനും എന്താണ് കോമൺ ആണല്ലേ. അപ്പോൾ C2H4Cl2 ഇതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല. ഇത്രയൊക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ്. അപ്പോൾ എന്താണ് സ്റ്റോഷിയോമെട്രി? സ്റ്റോഷിയോമെട്രി എന്താണ്? സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത് സ്റ്റോഷിയോൺ പ്ലസ് മെട്രോൺ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വന്നത്. അപ്പോൾ ഈ സ്റ്റോഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻ്റാണ് സ്റ്റോഷ്യൻ എന്ന് പറയുന്നത്. മെട്രോൺ എന്ന് പറയുന്നത് മെഷർ. അപ്പോൾ എലമെൻറ്റിനെ മെഷർ ചെയ്യുന്നതിനാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോഷിയോമെട്രി ഡീൽസ് വിത്ത് ദ കാൽക്കുലേഷൻ ഓഫ് മാസസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് ഇൻവോൾവ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. പല രീതികളിൽ നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് മാസ് റിലേഷൻഷിപ്പ് വെച്ചിട്ട്, അതുപോലെ മാസ് വോളിയം റിലേഷൻഷിപ്പ് ആൻഡ് വോളിയം റിലേഷൻഷിപ്പ്.
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റ് കംപ്ലീറ്റായിട്ട് എന്താണ് ആ റിയാക്ഷനിൽ കൺസ്യൂം ചെയ്യപ്പെടുവാണെങ്കിൽ അതിനെയാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ആ ഒരു റിയാക്ഷനിലെ എമൗണ്ട് ഓഫ് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ആശ്രയിച്ചായിരിക്കും എത്രമാത്രം പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നു എന്നത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് എക്സസ് റിയാക്റ്റൻ്റ് എന്താണെന്നുള്ളതാണ്. എക്സസ് റിയാക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ദ റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് നോട്ട് കൺസ്യൂംഡ് കംപ്ലീറ്റ്ലി ഇൻ എ റിയാക്ഷൻ. ആ ഒരു റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടാത്ത റിയാക്റ്റൻസിനെ ആണ് എക്സസ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു റിയാക്റ്റൻറ്റിനെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയാൻ കാരണം? നമ്മൾ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു റിയാക്റ്റൻറ്റ് എന്ത് ചെയ്യും? ആ ഒരു റിയാക്ഷൻ്റെ പ്രോഗ്രസ്സിനെ ലിമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള റിയാക്റ്റൻസിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഗ്രാംസ് ഓഫ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 0.200 gram ഓഫ് ഹൈഡ്രജൻ ടു yield വാട്ടർ? ഓൾസോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ്. അവിടെ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പറഞ്ഞിട്ടുണ്ട് 1 ആണ്, ഓക്സിജൻ 16 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇക്വേഷൻ നോക്കാം. H2 + O2, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോഴല്ലേ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ 2H2 + O2 gives 2H2O. അപ്പോൾ അവിടെ ഹൈഡ്രജൻ എത്ര? ഒരു ഹൈഡ്രജന് 1 മോളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ മോളിക്യൂളുണ്ട് അല്ലേ? അപ്പോൾ 2 മോളാണ് വരുന്നത്. ഓക്സിജൻ അവിടെ 1 മോളിക്യൂളല്ലേ ഉള്ളൂ, അതായത് O2 എന്ന് പറയുന്ന ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ 1 മോളാണ്. അതുപോലെ വാട്ടർ 2 വാട്ടർ മോളിക്യൂളാണുള്ളത്. അപ്പോൾ 2 മോളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ഗ്രാം, ഹൈഡ്രജൻ്റെ ഗ്രാം എത്രയാണ്? 4 ഗ്രാമാണ് അല്ലേ? ഓക്സിജൻ്റെ എത്രയാണ്? 32. അതായത് ഓക്സിജൻ O + O 16 + 16 അങ്ങനെ 32 വരുന്നത്. അതുപോലെ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് 18 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 2 വാട്ടർ മോളിക്യൂൾ എത്രയായിരിക്കും? 18 × 2. ഓക്കെ, 36 ഗ്രാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഹൈഡ്രജൻ ഓക്സിജനൊക്കെ വേണം, വാട്ടർ വേണമെന്നുള്ളതാണ്. അപ്പോൾ 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ഓക്സിജൻ. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജന് എത്ര ഓക്സിജനാണ് വേണ്ടത്? 32 ഗ്രാം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0.200 ഗ്രാമിന് എത്ര ഓക്സിജൻ വേണം? എളുപ്പമല്ലേ? അതായത് 4 ഗ്രാമിന് 32 ആണെങ്കിൽ 0.200ക്ക് എത്ര വേണമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 32 ÷ 4 × 0.200. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ 4 ഗ്രാം ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ, 4 ഗ്രാം ഹൈഡ്രജനിൽ നിന്ന് എത്ര ഗ്രാം വാട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 36 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 0.200 ഗ്രാം ഹൈഡ്രജന് എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? 36 ÷ 4 × 0.200. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.8 ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന റിയാക്ഷൻ ഇൻ സൊല്യൂഷൻസ്. അതായത് ഒരു സൊല്യൂഷൻ ഹോമോജീനസ് മിക്സ്ചർ ആണെങ്കിൽ, ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more കെമിക്കലി നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേസിൽ നമുക്കതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്ന മാസ് പെർസെൻറ്റ് ഓർ വെയ്റ്റ് പെർസെൻറ്റ്, പിന്നെ മോൾ ഫ്രാക്ഷൻ, തേർഡ് എന്ന് പറയുന്നത് മൊളാലിറ്റി, പിന്നെ മൊളാരിറ്റി, പിന്നെ സ്ട്രെങ്ത്, നോർമാലിറ്റി, പാർട്സ് പെർ മില്യൺ, അങ്ങനെ കുറേ വഴികളിലൂടെ നമുക്ക് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാസ് പെർസെൻറ്റ് ഓർ വെയ്റ്റ് പെർസെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു 100 / മാസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ആ ഒരു സൊല്യൂട്ടിൻ്റെ മാസിനെ ആ ഒരു സൊല്യൂഷൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ.
അതായത് നമുക്കൊരു സബ്സ്റ്റൻസിനെ എ ആയിട്ടും സബ്സ്റ്റൻസ് എയും ബിയും എന്ന് എടുക്കാം. ഓക്കെ, സബ്സ്റ്റൻസ് എ ഡിസോൾവ് ഇൻ എ സബ്സ്റ്റൻസ് ബി ആൻഡ് ദെയർ നമ്പർ ഓഫ് മോൾസ് NA/NB. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ കൈ, അതായത് എക്സ് എന്ന് കൊടുക്കാം, എക്സ് അല്ലെങ്കിൽ കൈ എന്ന് പറയാം. ഒരു ഇത് കൈ ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് കൈ ഈസ് ഇക്വൽ ടു സ്മോൾ ലെറ്റർ NA ഡിവൈഡഡ് ബൈ NA+NB. ഓക്കെ, അതുപോലെ തന്നെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ കൈ ബി, അതായത് എക്സ് ബി ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ NB ഡിവൈഡഡ് ബൈ NA+NB. അതായത് നമ്മുടെ ആ ഒരു മോൾ ഫ്രാക്ഷൻ ഓഫ് എ പോലെ തന്നെയാണ് അവിടെ മുകളിൽ NA മോൾ ഫ്രാക്ഷൻ ഓഫ് എയുടെ കേസിൽ വരും, മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയുടെ കേസിൽ NB വരും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മൊളാരിറ്റി എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ. അതായത് 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്രമാത്രം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നു അത് കണ്ടുപിടിക്കുന്നതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്, റിറ്റി. ഓക്കെ, അത് ക്യാപിറ്റൽ M എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കൊണ്ടാണ് മൊളാരിറ്റിയെ സൂചിപ്പിക്കുന്നത്. ഈ മൊളാലിറ്റി ഉണ്ട്, അത് രണ്ടും മാറിപ്പോകരുത്. അപ്പം മൊളാരിറ്റി എന്ന് പറയുമ്പോൾ M, അതായത് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ സൊല്യൂഷനാണ്. ഓക്കെ, വോളിയം മോൾ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ സൊല്യൂഷൻ. അതിനെ WB × 1000 ഡിവൈഡഡ് ബൈ MB × V, അതായത് V എന്ന് പറഞ്ഞാൽ വോളിയം, WB/MB എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ മോളിക്കുലർ മാസ് ആണത്. ഓക്കെ, അപ്പം WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 kg ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, മറ്റേടത്ത് നമ്മൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനാണ് എടുത്തത്, അതായത് സൊല്യൂഷൻ്റെ കേസിൽ ലിറ്റർ വോളിയം എടുക്കും, റിറ്റിയുടെ കേസിൽ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് 1 kg, അതായത് 1 കിലോഗ്രാം ഓഫ് എ സോൾവെൻറ്റ്. അപ്പോൾ അവിടെ സ്മോൾ ലെറ്റർ M ആണ് ഈ ഒരു മൊളാലിറ്റിയുടെ സിമ്പൽ. അപ്പം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് ഇൻ kg. അതിനെ നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ WB × 1000 ഡിവൈഡഡ് ബൈ MB × W. ഓക്കെ, അപ്പം മൊളാലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ വോളിയമാണ്, മൊളാലിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാമിലാണ്. നെക്സ്റ്റ് നോക്കുന്ന സ്ട്രെങ്ത് എന്ന് പറയുമ്പം എ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ gram %/ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ gram ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നമുക്കിതിനെ പറ്റിയുള്ള പ്രോബ്ലംസൊക്കെ +2 ചെയ്യേണ്ടി വരും. ഓക്കെ, +1 ആവശ്യമാണ്. ഇത് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പഠിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ. ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ കാര്യമാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നോർമാലിറ്റി എന്ന് പറയുമ്പോൾ നോർമാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് gram ഇക്വാലൻ്റ് ഓഫ് ദ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് നോർമാലിറ്റി എന്ന് പറയുമ്പോൾ gram ഇക്വാലൻ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതാണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, ലാസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്ന പാർട്സ് പെർ മില്യൺ, അതായത് PPM എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 മില്യൺ. അതായത് 1 മില്യൺ എന്ന് പറയുമ്പോൾ എന്താണ്, 1ൻ്റെ കൂടെ ഒരു 6 പൂജ്യം ഇടണം, അതായത് 10⁻⁶ പാർട്സ് ബൈ മാസ് ഓഫ് സൊല്യൂട്ട്. അതാണ് പാർട്സ് പെർ മില്യൺസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. gram ഇക്വാലൻ്റ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ gram ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് മാസ്. അതുപോലെ ഇക്വാലൻ്റ് മാസ് ഓഫ് അയോൺ ആണെങ്കിൽ ഫോർമുല മാസ് ഓഫ് അയൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓൺ അയോൺ. ആ അയണിൻ്റെ മാസും അതിൻ്റെ ചാർജും എടുത്താൽ മതി. അതുപോലെ ഇക്വാലൻ്റ് മാസ് ഓഫ് ആസിഡ് എന്ന് പറയുമ്പോൾ മോളിക്കുലർ മാസ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ബേസിസിറ്റി. അതുപോലെ ഓരോന്ന് ചെയ്യുക. സ്റ്റോക്ക് സൊല്യൂഷനാണ്. സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ദ സൊല്യൂഷൻ ഓഫ് ഡിസൈഡ് കോൺസെൻട്രേഷൻ ആർ പ്രിപ്പയർഡ് ബൈ ഡൈലൂട്ടിങ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതായത് ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്യും, അതാണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് ആ ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റങ്ങളും ആ ഒരു ഇക്വേഷൻ്റെ 2 സൈഡിലും ഈക്വലായിട്ട് വരും. അതിനെയാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിയാക്ഷൻ എടുക്കുന്ന നേരത്തെ പറഞ്ഞ ഹൈഡ്രജനും
ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാവുന്ന റിയാക്ഷൻ ഇല്ലേ, അവിടെയാണെങ്കിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ ചേർന്നപ്പോൾ 2 വാട്ടർ ഉണ്ടായി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, എല്ലാം 2 സൈഡിലും നമ്മൾ നോക്കിയാൽ ഈക്വൽ ഇത് കാണാം. അതിനെയാണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.